ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്യാം, ബാംഗ്ലൂർ. എൻ്റെ കമ്പനി സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ടൊരു ജപ്പാനത്തെ ഒരു ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കമ്പനിയിൽ. അപ്പോൾ അതല്ലാത്ത പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കമ്പനിയാണോ? അല്ല, ഞാനവിടെ ജോലി ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി ഹലാലാണോ? നിങ്ങൾക്ക് ചെയ്യാം. അതിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആരാണോ, അല്ലെങ്കിൽ അതിലുള്ള ആരാണോ അതിൻ്റെ ആളുകൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. അതായത് ആ ജോലി ബേസിക്കലി ആ ജോലി ഹലാലായ ജോലിയാണോ എന്നുള്ളതാണ് നമുക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ജൂതന്മാരുമായിട്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടില്ലേ? മദീനത്തെ ആളുകളായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم. അവർ പല സാമ്പത്തിക അന്യായങ്ങളും അക്രമങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകളായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പല അനുഗ്രഹങ്ങളും അവർക്ക് നിഷിദ്ധമാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സർക്കാർ തലത്തിൽ സർക്കാരിൻ്റെ ഇൻകത്തിൽ ഒരുപാട്, ഇപ്പോൾ മദ്യം വിൽക്കുന്ന ഇൻകം വരെ വരുന്നില്ല, ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണത്. എന്നാൽ അപ്പോൾ സർക്കാർ പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന സാലറി ഹലാലാവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഹലാലായിട്ടുള്ള രൂപത്തിലുള്ള ബിസിനസ് ആണോ, അതിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഹലാലാണോ, യുവർ ഇൻകം ഈസ് ഹലാൽ. അത്രേ നമുക്ക് ഒരു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതിനപ്പുറത്തേക്ക് എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പലരുണ്ടാവും, കമ്പനി റൺ ചെയ്യുന്നവരിൽ പലരുണ്ടാവും. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയതിനെ കുറിച്ചിട്ട് അവർ പടച്ചവനോട് പറയേണ്ടി വരും. നമ്മൾ പറയാൻ ബാധ്യസ്ഥരാകുന്നില്ല. നമ്മൾ ചെയ്യുന്ന ജോലി, ആ ജോലി ഹലാലാണോ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്.